ലക്ഷ്യങ്ങളിലൊന്ന് കള്ളനോട്ട് തടയുക എന്നുള്ളതായിരുന്നു. എന്നാൽ ഇപ്പോഴും കള്ളനോട്ടുകാർ അച്ചടി തുടരുന്നു എന്നാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടത്. ഫോണിൽ പലതവണ ബന്ധപ്പെട്ടാണ് കള്ളനോട്ട് വിതരണക്കാരൻ നേരിൽ കാണാമെന്ന് സമ്മതിച്ചത്. ആദ്യം പിടിതരാൻ വിസമ്മതിച്ചെങ്കിലും പിന്നീട് കള്ളമില്ലാതെ കള്ളനോട്ടിനെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾ ആരെങ്കിലും വന്ന് ചോദിച്ചാൽ തരുന്നൊരു സംഗതി അല്ലല്ലോ കള്ളനോട്ട്. ബന്ധപ്പെട്ട് പറഞ്ഞാൽ നിങ്ങൾ നമ്മളൊരു ബന്ധം വെച്ച് നിങ്ങൾ വന്നു. പക്ഷെ എന്താണെന്ന് ചോദിച്ചാൽ ഇത് സാധാരണക്കാരന് ഇത് കൊടുക്കേണ്ടത് 50,000 റുപ്യ വാങ്ങിയാൽ സാധാരണ കച്ചവടത്തിന് 1 ലക്ഷം റുപ്യ കൊടുക്കുന്നുണ്ട്. 1 ലക്ഷം കള്ളനോട്ടിന് 50,000 രൂപ വാങ്ങുന്നു. അങ്ങനെ വെച്ചാണ് കൊടുക്കുന്നത്. ഞങ്ങൾ മിനിമം ഇപ്പം എനിക്കിപ്പോൾ തരികയാണെങ്കിൽ മിനിമം ഈ തോത് വെച്ച് തന്നെ അതിൻ്റെ കമ്മീഷൻ കഴിച്ചിട്ട് ബാക്കി നിങ്ങൾ കൊടുക്കേണ്ടി വരും. 50 റുപ്യക്ക് 1 ലക്ഷം തരും. വിശ്വാസം വർദ്ധിപ്പിക്കാൻ 500-ന്റെ 2 കള്ളനുമായാണ് കക്ഷി വന്നത്. ഇതിപ്പോൾ കള്ളനാണല്ലേ? ഇത് കള്ളനാണ്. ഇത് രണ്ട് ക്വാളിറ്റി ആണുള്ളത്. അല്ല, ഒറ്റ ക്വാളിറ്റി തന്നെ. അതൊന്ന് മടക്കിയിട്ടാണ് നിർത്തിയാൽ മതി. അപ്പം മനസ്സിലാവും എന്താ സംഭവം എന്നുള്ളത്. ചെറിയ കച്ചവടക്കാർക്ക് കൊടുക്കാം. പിന്നെ ബാങ്കിൽ കൊണ്ടുപോകരുത്. ബാങ്ക് കൊണ്ടുപോയി കൊടുക്കും. സാമ്പിൾ കണ്ട് തൃപ്തരായ ഞങ്ങളുടെ ചോദ്യം കക്ഷിക്ക് അത്ര പിടിച്ചില്ല. ഇത് ശരിക്കും എവിടുന്ന വരുന്ന സംഭവം? അത് നിങ്ങളെന്തിനാ അറിഞ്ഞത്? അപ്പം നിന്നാൽ പോരാ, അറിയാൻ വേണ്ടി വെച്ചെന്നുള്ളൂ. അതായത് നിങ്ങൾ അറിയേണ്ട ആവശ്യം. കള്ളനോട്ട് ഇടപാടിലെ വലിയ റിസ്ക്കും ഇടപാടുകാരൻ ബോധ്യപ്പെടുത്തി. ആദ്യമായിട്ടുള്ള പരിപാടിയാണ്. റിസ്ക്കാണ് എല്ലാവർക്കും. നിങ്ങൾ കുടുങ്ങി നിങ്ങൾക്ക് പോയി, നമ്മൾ കുടുങ്ങി നമുക്ക് പോയി. ആരും രക്ഷപ്പെടുത്താൻ പറ്റില്ല. 500 ആയാലും 2000 ആയാലും ആവശ്യമനുസരിച്ച് എത്തിക്കാമെന്ന് ഉറപ്പ്. അടുത്ത ദിവസം കാണാമെന്ന് പറഞ്ഞ് പിരിഞ്ഞു. രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രത തന്നെ തകർക്കുന്ന കള്ളനോട്ട് സംവിധാനം കത്തി അമരുക തന്നെ വേണം. ഇതിന് സർക്കാർ സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായാലേ സാധിക്കൂ. ക്യാമറമാൻ PV സുദീപിനൊപ്പം മുഹമ്മദ് നൗഫൽ, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.